ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സി പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഫയലിലേക്ക് റൈറ്റ് ചെയ്യാം, എങ്ങനെ ഫയലിൽ നിന്ന് റീഡ് ചെയ്യാം എന്നൊക്കെ നോക്കിയാണ്. അതുപോലെ നമുക്ക് ഒരു ഫയലിലേക്ക് എങ്ങനെ എപ്പൻഡ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ റൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫയലില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അപ്പൻഡ് ചെയ്യുമ്പോഴും അതേമാതിരി തന്നെയാണ്. അപ്പോൾ ഫയലില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫയൽ ക്രിയേറ്റ് ചെയ്യും. പിന്നെ റൈറ്റ് ചെയ്യുമ്പോൾ എന്താണ്, അതിലുള്ള കണ്ടൻറ്റുകൾ ഫുൾ ഇറേസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റ് ആയിട്ട് അത് കണ്ടന്റ് എന്തോ ആ കണ്ടന്റ് ആയിരിക്കും ഫയലിൽ കിട്ടുക. എക്സിസ്റ്റിംഗ് ഉള്ള കണ്ടന്റ് എന്ത് ചെയ്യും, ഇറേസ് ചെയ്യും. പക്ഷേ അപ്പൻഡ് എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഇപ്പം എന്താണോ ഫയലിലുള്ളത് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കൂടെ ഡാറ്റ ആഡ് ചെയ്യാൻ പറ്റും. അതാണ് അപ്പൻഡ്. എക്സിസ്റ്റിംഗ് ഉള്ള ഡാറ്റ എന്ത് ചെയ്യില്ല, അതിൽ നിന്ന് ഇറേസ് ആയി പോവില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് എങ്ങനെ അപ്പൻഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, സെയിം ഫയൽ പോയിന്റർ തന്നെയാണ്. ഫയൽ .fptr എന്ന് പറഞ്ഞ ഫയൽ പോയിന്റർ ഉപയോഗിക്കുന്നു. നമ്മൾ ഈ അപ്പൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു str എന്നുള്ള ഒരു ക്യാരക്ടർ യൂസ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ FPTR ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. ടെക്സ്റ്റ് ഫയൽ നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ റീഡ് മോഡായിരുന്നു. ഇപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യണം, അപ്പൻ മോഡ്. നമ്മൾ എന്ത് പറയണ്ട, മോഡ്. പിന്നെ ഇതൊക്കെ സെയിം കേസ് അല്ലേ. ഈ FPTR ഈക്വൽ ടു നൾ, ഫയൽ എക്സിസ്റ്റ്, ഫയൽ നോട്ട് എക്സിസ്റ്റ് എന്ന് പറയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, ഫയൽ ക്ലോസ് വെച്ചിട്ട് നമ്മൾ ആ ഫയൽ പോയിന്റർ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇത് മുന്നേ നമ്മൾ നോക്കിയിട്ടുള്ള അല്ലേ. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, FPTR നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് എന്താണ്, അപ്പൻ മോഡ് വെച്ചിട്ട്. ഓക്കെ, ഇപ്പോൾ ഈ അപ്പൻ മോഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, FPTR ഓപ്പൺ ചെയ്യും. ഇനി നമ്മൾ യൂസറിൽ നിന്ന് കുറച്ച് ഇൻപുട്ടുകൾ സ്വീകരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഫയലിലേക്ക് റൈറ്റ് ചെയ്യാം. സപ്പോസ് ഈ ഫയലിലുള്ളത് എന്താണ്, വെൽക്കം ടു ബേസിക് കോഡിംഗ് സി പ്രോഗ്രാമിംഗ്. അപ്പോൾ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുക. അപ്പം ജസ്റ്റ് ഒരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് യൂസ് ചെയ്യാം. പ്രിന്റ് ഓഫ് enter your content or your data something. Okay, enter your data. ന്യൂ ലൈൻ പറഞ്ഞു. ഇപ്പൊ എൻ്റർ ചെയ്തിട്ടുള്ള ഡാറ്റ എന്ത് ചെയ്യുക, ഗെറ്റ് ചെയ്യുക. ഇപ്പൊ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഗെറ്റസ്. എന്തിലേക്ക് എടുക്കാം, str. ഈ ക്യാരക്ടറിലേക്ക് ഗെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഫയലിലോട്ട് റൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എഫ് പുട്ടസ് ഉപയോഗിക്കാം അല്ലേ. പുട്ടസ് str. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഫയൽ ഇവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫയലിൽ എന്തായുള്ള, വെൽക്കം ടു ബേസിക് കോഡിംഗ് സി പ്രോഗ്രാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്യാം. എഫ് പുട്ടസ് ഓക്കെ. എന്ത് പറയണം, നമ്മുടെ ക്യാരക്ടർ പറഞ്ഞു, അല്ലെങ്കിൽ എന്ത് പറയണം, ഈ ഫയൽ പോയിന്റർ പറയും അല്ലേ. ഓക്കെ, ബിൽഡ് പറയുന്നു, എൻ്റർ യുവർ ഡാറ്റ ഈ ബേസിക്. നമ്മളൊരു അഡീഷണൽ കണ്ടന്റ് എടുത്തു, ഹി ബേസിക്. നമുക്കൊന്ന് ഫയലിൽ പോയി നോക്കാം. വേണ്ട, സി പ്രോഗ്രാമിംഗ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ എന്ത് വന്നു, ഹി ബേസിക്. പുതിയ ലൈനിലൊന്നുമല്ല, സെയിം ലൈനിൽ തന്നെ തൊട്ടടുത്തായിട്ട് കിട്ടി, ഹി ബേസിക്. എന്നുകൊണ്ട് ഞാൻ പറയണം, ഫ്രം 2026.
ജസ്റ്റ് ഫ്രം 2026. അപ്പോൾ ഈ ഉള്ള വെൽക്കം ടു ബേസിക് കോഡിംഗ് സി പ്രോഗ്രാം അതൊന്നും എറേസ് ആയിട്ടില്ല. ഉള്ള ഡാറ്റ എന്തോ അതിൻ്റെ കൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ഡാറ്റ വാങ്ങി റൈറ്റ് ചെയ്യുന്നു ഫയലിലേക്ക്. ഓക്കെ, ഈ സപ്പോസ് ഒക്കെ എന്താണ് ഒരേ കണ്ടിന്യൂസ് ആയിട്ട് വരിക അല്ലേ, നമുക്ക് ഇവിടെ ഒരു പുതിയ ന്യൂ ലൈനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ പുതിയ ന്യൂ ലൈനിൽ കിട്ടും. നമ്മൾ ഈ എഫ് പ്ലസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? എഫിൻ്റെ ആവശ്യം ആദ്യം പറയുന്നത് ഫയൽ പോയിന്റർ എന്താണ് എഫ് പി ടി ആണ്. പിന്നെന്ത് പറയാം, നമ്മളെന്താണ് റൈറ്റ് ചെയ്യുന്നത്? സ്ട്രിംഗ് ആണ് അല്ലേ. നമുക്ക് എന്ത് പറയാം? പെർസെൻറ്റേജ് ഇവിടെ എന്ത് പറഞ്ഞു കൊടുക്കാം നമുക്ക്? വാല്യൂ അല്ല str. അപ്പോൾ എഫ് പ്രിന്റ് എഫ് വെച്ചിട്ട് ഫയൽ പോയിന്റർ പറഞ്ഞു, പെർസെൻറ്റേജസ് പറഞ്ഞു, ഈ സ്ട്രിംഗ് പറഞ്ഞു. ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ചെയ്ത് മാറ്റാം. സി കോഡിംഗ് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വന്നില്ല. സി കോഡിംഗ് അതായത് പുതിയ ലൈനിലൊന്നും വന്നിട്ടില്ല. അതങ്ങനെ വരണം ചാനൽ എന്ത് ചെയ്യണം? ഇവിടെ എഫ് പ്രിന്റ് എഫ് എഴുതാൻ പറ്റും. ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പറയാൻ കൊടുക്കും സ്ലാഷ് എഫ് പി ടി ആർ ഫയൽ പോയിന്റർ പറഞ്ഞു, ഒരു സ്ലാഷ് പെർസെൻറ്റേജസ്. ഇനി നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ യുവർ ഡാറ്റ. വെൽക്കം ടു ഫിഫ വേൾഡ് കപ്പ്. എൻ്റർ ചെയ്തു. അതെ, വെൽക്കം ടു ഫിഫ വേൾഡ് കപ്പ് പുതിയ ലൈനിൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഫയലിലേക്ക് അപ്പൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മോഡ് ഉപയോഗിക്കാം. അതിലേക്ക് ഡാറ്റ ഗെറ്റ് ചെയ്യാൻ ഗെറ്റസ് ഉപയോഗിച്ച് നമ്മൾ യൂസറിൽ നിന്ന് ഡാറ്റ ഗെറ്റ് ചെയ്തു. എന്നിട്ട് എഫ് പുട്ടസോ അല്ലെങ്കിൽ എഫ് പ്രിന്റ് എഫ് വെച്ചിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാം. നമുക്കതിലേക്ക് റൈറ്റ് ചെയ്ത് വയ്ക്കാം ഫയലിലേക്ക്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.